2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ LDFന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തിരുവനന്തപുരവും കൊല്ലം ജില്ലയിലും LDFന് മുൻതൂക്കമുള്ള ഇടമാണ്. കേരളം ആര് ഭരിക്കുന്നുവോ അവരോടൊപ്പമാണ് തിരുവനന്തപുരവും കൊല്ലം ജില്ലയും നിന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 2021 തെരഞ്ഞെടുപ്പിൽ LDFന് 13ഉം UDFന് 1 സീറ്റുമാണ്. ഇവിടെ ഈ UDFൻ്റെ 1 സീറ്റ് എന്ന് പറയുന്നത് അത് കോവളം മണ്ഡലമാണ്. M. വിൻസെൻ്റ്. ഒരുപക്ഷെ കേരളത്തിലെ 2026 UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്, അത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്, ഒരു പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 26 കേരളത്തിൽ UDF ഭരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം UDFലേക്ക് ചായുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ കോവളം മണ്ഡലം നിലനിർത്തും. കോവളം മണ്ഡലത്തിൽ വിൻസെൻ്റ് വളരെ ജനകീയനാണ്, വളരെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ അത് നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ബാക്കിയുള്ള 13 മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെയാണ്, കാരണം BJP വലിയ സ്പേസ് പിടിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയുമാണ്. അതിൽ നമ്മൾക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നു തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. അത് BJPക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതായത് കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വെറും 15,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തരൂരിനോട് പരാജയപ്പെട്ടത്. അപ്പോൾ അത് BJPക്ക് അനുകൂലമായ ഒരു തരംഗം നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് പിടിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ്. 2016 BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരവും വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടവും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. 2011 2016 K. മുരളീധരൻ ജയിച്ച മണ്ഡലമാണ്. മുരളീധരനെ നിർത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പലപ്പോഴും അത് ഉറപ്പ് പറയാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ്. കാരണം മുരളീധരനെ വടകരയിലേക്ക് വിട്ട അവസരത്തിൽ അവിടെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്താണ് മത്സരിച്ച് വിജയിച്ചത്. അത് 2021 VK പ്രശാന്ത് തുടരുകയും ചെയ്തു. VK പ്രശാന്തിനെ ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വിടാനുള്ള സാധ്യതയുമുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളാണ് VK പ്രശാന്ത്. കാരണം കടകംപള്ളിക്ക് എന്തായാലും ഇനി അടുത്ത തവണ സീറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ VK പ്രശാന്തിനെ ഇറക്കിയാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്രോ എന്ന വിശേഷണത്തോടുകൂടി ഇരുന്ന മേയറായിരുന്നല്ലോ, അദ്ദേഹത്തിന് യുവജനങ്ങളുടെ ഇടയിലൊക്കെ വലിയ അംഗീകാരമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ BJPയുടെ കടന്നുകയറ്റം തടയാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപക്ഷേ മുരളീധരനായിരിക്കാൻ സാധ്യത ആണ് കാണുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് JS അഖിൽ ആയിരിക്കും ആ മണ്ഡലത്തിൽ മത്സരിക്കുക. JS അഖിൽ 2021 പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഡോക്ടർ SS ലാലിനെ മണ്ഡലത്തിൽ ഇറക്കിയത് കൊണ്ട് അഖിലിന് പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും
ഈ വട്ടിയൂർക്കാവിലെ CPM-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നറിയേണ്ടിയിരിക്കുന്നു. ഒരു സമയത്ത് വട്ടിയൂർക്കാവിലെ CPM 3-ാം സ്ഥാനത്ത് പോയതാണ്, TN സീമ. അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പഴയ വെസ്റ്റ് മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ MLA ആന്റണി രാജുവാണ്. ആന്റണി രാജുവിൽ CPM-ന് വലിയ തൃപ്തരൊന്നും അല്ല. അതൊരു ഒറ്റയാൾ പട്ടാളം മാത്രമാണ്. അതുകൊണ്ട് ആ സീറ്റ് CPM എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഘടകകക്ഷികളിലെ പലരുടെയും സീറ്റ് CPM ഇക്കുറി ഏറ്റെടുക്കും. ആന്റണി രാജുവിൻ്റെയും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും മണ്ഡലങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഒരുപക്ഷെ CPM ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കും. കോൺഗ്രസിൽ നിന്ന് പതിവായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ശിവകുമാറാണ്. ശിവകുമാറിനെ ഇവിടെ നിന്ന് അരുവിക്കരയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരുവിക്കരയിൽ പരാജയപ്പെട്ടു, അരുവിക്കരയിൽ വേണ്ടത്ര വികസനം ഒന്നും എത്തിക്കാതിരുന്ന ശബരിനാഥിനെ തിരുവനന്തപുരം സെൻട്രൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. പക്ഷേ അത് കോൺഗ്രസിനകത്ത് UDF-ൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കുന്നുണ്ട്, ഒരു കലഹത്തിന് വഴി വെക്കുന്നുണ്ട്. അതായത് UDF-ലെ ഒരു ഘടകകക്ഷിയായ CMB-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് CMB-ക്ക് ഒരു സീറ്റുണ്ട്. അത് CP ജോൺ ആയിരിക്കും മത്സരിക്കുക. മുമ്പ് MV രാഘവൻ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് CP ജോണിന് ഏറെ പ്രതീക്ഷയുണ്ട് ആ മണ്ഡലത്തിൽ. CP ജോൺ വിജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ CP ജോൺ മന്ത്രിയാണ്. CP ജോൺ അവിടെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിനകത്ത് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. ശബരിയെ ഇവിടെ ഇറക്കാനുള്ള നീക്കമാണ് കാണുന്നത്. ഈ വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ നായർ വോട്ടുകളുടെ ഒരു പ്രാതിനിധ്യം ഉള്ളത് കൊണ്ട് അവിടെ ഈ കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതും അറിയേണ്ടതാണ്. കാരണം മുരളീധരൻ അവിടെ ഒരുപക്ഷെ മത്സരിക്കാൻ തയ്യാറെടുക്കത്തില്ല. മുരളീധരൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അതുപോലെ തന്നെ ഈ നേമം മണ്ഡലത്തിൽ എന്തായാലും BJP-യുടെ ഒരു വലിയ മത്സരമാണ്. BJP അത് ഇക്കുറി തിരിച്ചു പിടിക്കണം. കാരണം ആദ്യമായിട്ട് BJP-യുടെ കൈനീട്ടം അവിടെ നിന്നാണ് നിയമസഭയിലേക്ക്. അത് 2026 തിരിച്ചു പിടിക്കണമെന്നൊരു വാശി രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. കാരണം ആ മത്സരം ഒരു വലിയ വീറും വാശിയോടുകൂടി തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ശിവൻകുട്ടിയെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ശിവൻകുട്ടി തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കണം. പിന്നെ അദ്ദേഹത്തിന് അവിടെ വളരെ ജനകീയനാണ്. മണ്ഡലത്തിൽ ചില കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നം വെച്ച് നോക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, അതൊരു പരാജയം എന്നുള്ള രീതിയിലും അത് ഏത് തരത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അതുപോലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. കാരണം കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മുരളീധരൻ അവിടെ 1-ാം സ്ഥാനത്തെത്തിയതാണ്. അപ്പോൾ കൃഷ്ണദാസിന് വിജയസാധ്യത ഉള്ള മണ്ഡലം തന്നെയാണ്. BJP-ക്ക് അത് ഉറപ്പിക്കാവുന്ന മണ്ഡലം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് 3 മുതൽ 5 സീറ്റ് വരെ CPM തിരുവനന്തപുരം BJP തിരുവനന്തപുരം ജില്ലയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും 3 മുന്നണികളും അതിശക്തമായ പോരാട്ടത്തിൽ നിൽക്കുന്ന ഇടം തന്നെയാണ്. LDF-ന്റെ 13 എന്ന സംഖ്യ 2026 ഇവിടെ ഉണ്ടാകില്ല.